വിദ്യാഭ്യാസം എന്നത് വെറും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല എന്ന് പലർക്കും ബോധ്യമായി തുടങ്ങി. വെറും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ ഒരു മുതിർന്ന പൗരനാക്കി തീർക്കുന്നത്. ഏതൊരു കുട്ടിക്കും അവരുടെ ഓവറോൾ ഗ്രോത്ത്, പരിപൂർണമായ വ്യക്തിത്വ വികാസത്തിന് ഇത്തരത്തിലുള്ള കല അഭ്യസിക്കലും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വേണമെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സ്വർഗീയ സന്തോഷത്തിൽ അല്ലെങ്കിൽ സ്വർഗീയമായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിലും സന്തോഷത്തിലും ശാന്തിയിലും സമാധാനത്തിലുമൊക്കെ കഴിയുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. ടുഡേയ്സ് ചിൽഡ്രൻ ആർ ദ ഫ്യൂച്ചർ ഓഫ് ടുമോറോ. കുട്ടികൾ നിരവധിയായ ചലഞ്ചസിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികൾ ആധുനിക ലോകത്ത് നിരവധിയായ ചലഞ്ചസാണ് ഫേസ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ കലാഭവൻ കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ഗ്രാമങ്ങളിലുള്ള ഞങ്ങളുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അതുതന്നെയാണ് ഇതിനൊരു പ്രചോദനം. കലാഭവൻ്റെ ഒരു ഫ്രാഞ്ചൈസി അങ്കമാലി കേന്ദ്രീകൃതമായി ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയും അതിൻ്റെ ഒരു ബ്രാഞ്ച് വളരെ വിപുലമായി സൗകര്യങ്ങളോടുകൂടി ഈ മൂക്കന്നൂരിൽ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നാടിൻ്റെ കലാപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇത് സഹായകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കലാഭവൻ എന്നുള്ളത് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഏതൊരു മലയാളിക്കും നന്നായി അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. കലാഭവനെയും ആബേലച്ചനെയും ഒന്നും മലയാളി ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കലാഭവനിലൂടെ വളർന്നു വന്നിട്ടുള്ള ബഹുമാനായ ശ്രീ KS പ്രസാദ് ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ നമുക്കറിയാം. എത്രയോ കലാകാരന്മാരെ ഈ നാടിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ്. ആ സ്ഥാപനം ആബേലച്ചൻ നമ്മെ വിട്ടു പിരിഞ്ഞു പോയെങ്കിലും ആ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. അത് നിരവധി വ്യക്തികളിലൂടെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, കേരളത്തിനകത്തും പുറത്തും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. ആ പ്രവർത്തനമാണ് പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് കൈതാരത്തിൻ്റെയും കുനിയന്തോടത്തച്ഛൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ അങ്കമാലിയിൽ ഇവിടെ നടത്തുകയും ഇപ്പോൾ അത് മൂക്കന്നൂരിലേക്ക് വ്യാപിക്കുകയും ഈ പ്രദേശവാസികൾക്ക് അത് വലിയൊരു അനുഗ്രഹമായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. കൊച്ചിൻ കലാഭവൻ്റെ അങ്കമാലി മൂക്കന്നൂർ ഫ്രാഞ്ചൈസി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഫ്രാൻസിസ് കൈതാരത്തിൻ്റെ ഏതാനും ദിവസത്തെ പ്രവർത്തനം കണ്ട് KS പ്രസാദും ഞാനും കലാഭവനിൽ നിന്ന് വന്നപ്പോൾ വിസ്മയിച്ചു പോയി. കാരണം അത്ര മനോഹരമായിരിക്കുന്നു ഈ ഹാളും മറ്റു റൂമുകളുമെല്ലാമെന്ന് എനിക്ക് പറയുവാൻ സന്തോഷമുണ്ട്. കലാഭവൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ മുഴുവനും വിദേശങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്.